ിലേക്ക് ബിഗ് ബോസിന്റെ വാണിംഗ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ടാസ്കിൽ നമ്മളെല്ലാവരും എപ്പിസോഡിലൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ ഭയങ്കര ഒരു ആര് പറഞ്ഞതും കേൾക്കുന്നൊന്നുമില്ല. അതിൽ ആ ഒരു അനീഷിനെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ആ ഒരു ജ്യൂസിന്റെ ടാസ്ക് വന്ന സമയത്ത് ഇവർ പിന്നെ മാർക്കിടുന്ന ആ ഒരു ജഡ്ജ്മെന്റ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് അതിൽ വന്നിട്ട് അത് തട്ടി കളിക്കുക ഭയങ്കര ഷോ ഓഫ് കാണിക്കുന്നുണ്ട്. അപ്പം അനീഷിനെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതാണ് പുള്ളിക്കാരത്തിയുടെ ഒരു മെയിൻ ലക്ഷ്യം എന്നാണ് തോന്നുന്നത്. മുൻപത്തെ ദിവസം വരെ ആദിലൊരു നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷേ ആ ഒരു മോഹൻലാലിന്റെ എപ്പിസോഡിൽ വന്നിട്ട് പിന്നെ ലക്ഷ്മി ആയിട്ടുള്ള ആ ഒരു ഇഷ്യൂവിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളെ വീട്ടിൽ കയറ്റും എന്നുള്ളത്. അതും പിന്നെ ഗസ്റ്റായിട്ട് റിയാസ് വന്ന ടൈമിൽ അതിന് ശേഷമാണ് ആദിൽ ഇത്രയും ഒരു നെഗറ്റീവ് ആവാൻ തുടങ്ങിയത്. അതുവരെ ആദിലേക്ക് നല്ലൊരു പോസിറ്റീവ് ആയിരുന്നു ഉണ്ടായിരുന്നത്, പോസിറ്റീവ് ഇമേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പം അത് പിന്നെ എല്ലാവരും സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് കണ്ടപ്പോഴുള്ള ഒരു അഹങ്കാരമാണോ അത് തലക്ക് പിടിച്ചതാണോ എന്നറിയില്ല. പിന്നെ വന്നപ്പം റിയാസ് എന്തെങ്കിലും കുറച്ച് ഹിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണോ ഈ ഒരു പിന്നെ ഭയങ്കര ഞാനെന്തോ ആണെന്നുള്ള ആ ഒരു ഭാവത്തിലാണ് ഇപ്പം മൊത്തത്തിലുള്ളൊരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. എന്തായാലും ഇത് ആദില സ്വയം കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പോസിറ്റീവ് നെഗറ്റീവ് ആവാനും നെഗറ്റീവ് പോസിറ്റീവ് ആവാനും പ്രേക്ഷകരുടെ ഇടയിൽ വലിയൊരു താമസമൊന്നും ഉണ്ടാവില്ല. സമയം കഴിഞ്ഞ സീസണിനേക്കാളും ഈ സീസണിലെ കണ്ടസ്റ്റന്റ് കഴിഞ്ഞ സീസണിൽ മുന്നേ വരെയുള്ള സീസണിൽ എന്ത് ടാസ്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് അവർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം വന്ന കണ്ടസ്റ്റന്റ് ഈ ടാസ്ക് എങ്ങനെ അലമ്പാക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ ടാസ്കും കഴിഞ്ഞത് ഇപ്പം ഈ ഒരു ജ്യൂസിൻ്റെ ടാസ്ക് തന്നെ മൂന്നാമത്തെ പ്രാവശ്യമാണ്. 2 പ്രാവശ്യം റദ്ദാക്കി, അത് ഒന്ന് അനുമോള് കൊളാക്കി. അതിൻ്റെ മുൻപിലെ ഒക്കെ ടാസ്ക് ഇവരിങ്ങനെ എല്ലാവരെയും പ്രൊവോക്ക് ചെയ്തിട്ട് ഇവർ ആ ടാസ്ക് കോളാക്കി കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ വീക്കെൻഡിൽ കാണാം നമുക്ക് എന്താവും എന്നുള്ളത്.